കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AAF നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇപ്പോൾ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. CG അരുൺ സിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ സിംഗ്, എന്താണ് AAYFന്റെ പ്രതിഷേധത്തിന് കാരണം? ഫിജി, പാലിയേക്കര ടോൾ പ്ലാസയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് യാത്രക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ടോൾ പിരിവിന്റെ പല നിയമങ്ങളും പാലിക്കാത്തതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും തിരക്കേറുന്ന സമയങ്ങളിൽ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. മനോരമ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ദിവസങ്ങളായി അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ യാതൊരു നടപടിയും ടോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് AIYF വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവുമായി ടോൾ പ്ലാസയിലേക്ക് എത്തിയത്. യാത്രക്കാരെ തടസ്സപ്പെടുത്താതെ തന്നെ ഈ ടോൾ ബൂത്തിന് സമീപത്തുള്ള ടോൾ ഓഫീസിലേക്കായിരുന്നു AIYFന്റെ പ്രതിഷേധം. പോലീസ് തടഞ്ഞെങ്കിൽ പോലും ഓഫീസിന് മുന്നിൽ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 50-ലേറെ AIYF പ്രവർത്തകർ പങ്കെടുക്കുന്നു. ഇപ്പോൾ AIYF ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ നമ്മളൊപ്പം ചേരുന്നു. എന്തായിരുന്നു ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം? ഇനി സമരം എങ്ങനെയാണ് തുടരുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സമരങ്ങളിൽ ഏറ്റവും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ് AIYF. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നം ഇവിടെയുള്ള അസാമാന്യമായ ഒരു ബ്ലോക്കാണ്. നമ്മളെല്ലാവരും ഇതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടോൾ പ്ലാസ കമ്പനി ഉണ്ടാക്കിയ ധാരണ പ്രകാരം, കരാറ് പ്രകാരം 5 വാഹനത്തിൽ കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഈ ടോൾ ബൂത്തിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കണമെന്ന നിയമം നിലനിൽക്കെ അതിനൊന്നും തയ്യാറാവാതെ ഇവിടെ അതിന്റെ പ്ലാസയുടെ ലാഭത്തിന് വേണ്ടി വലിയ ക്യൂവിലൂടെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പ്രശ്നത്തിനകത്ത് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് AIYFന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉപരോധം തുടരുകയാണോ? എന്താണ് ഈ ഉപരോധം തുടരുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കമ്പനി ഗവൺമെന്റുമായി നിയമപരമായി ഉണ്ടാക്കിയ കരാർ, 5 വാഹനം എന്ന് പറയുന്ന കരാർ, ആ 5 വാഹനത്തിൽ കൂടുതൽ വാഹനങ്ങൾ വന്നാൽ ടോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവിടത്തെ അധികാരത്തിലിരിക്കുന്ന ആളുകളുമായി ചർച്ചയുണ്ടാകണം. ആ ചർച്ചയുടെ ഫലമായി ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ AIYFന്റെ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ആവശ്യം, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടോൾ ഗേറ്റിലുള്ള കുരുക്ക് പ്രധാനമായിട്ടും അഴിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ചർച്ച ഉണ്ടായി തീരുമാനമാകുന്നവരെ ഉപരോധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോഴും ഏതാണ്ട് 50-ലേറെ വരുന്ന AIY പ്രവർത്തകർ ഈ പ്രദേശത്ത് ടോൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. വലിയ തോതിലുള്ള പോലീസും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4-ഓടുകൂടി ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുന്നു. ഇനി ഈ ഒരു കാര്യത്തിൽ ചർച്ചയുണ്ടായി തീരുമാനമാകാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് AIYF ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. CPI തന്നെ നേരിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യവുമായി CPI ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരുന്നു. അതിനുശേഷവും മറ്റു നടപടികളൊന്നും ഉണ്ടാകാതെ വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായിട്ട് ഇപ്പോൾ AIYF തന്നെ മുന്നോട്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഉപരോധം തുടരുകയാണ്.